ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്താലോ. അപ്പോൾ അത് തന്നെയാണ് ഞാൻ എങ്ങനെയാണ് എൻ്റെ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. കാരണം ചിലർക്ക് വരയ്ക്കുമ്പോൾ ഇങ്ങനെ കരി ഭയങ്കരമായിട്ട് വരച്ചതുപോലെ ഇരിക്കും, അങ്ങനെ ഡൗട്ടുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് എനിക്ക് പറഞ്ഞുതരാം. പിന്നെ ആദ്യം ഒരു ഐബ്രോ പെൻസിൽ എടുക്കുക, ഏതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ബ്ലാക്ക് കളറാണ് എടുത്തിരിക്കുന്നത്. ബ്രൗൺ കളർ എടുക്കുവാണെങ്കിൽ എൻ്റെ കയ്യിലില്ല, പക്ഷേ ബ്രൗൺ കളർ ആണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് നമുക്ക് അറിയാത്ത രീതിയിൽ ഫില്ല് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബ്ലാക്ക് ആണെങ്കിലും ഓക്കെയാണ്. ഞാൻ എങ്ങനെയാണ് കളിച്ചത്, ഞാൻ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തേ ഉള്ളൂ കേട്ടോ. ഭയങ്കരമായി വരയ്ക്കത്തില്ല. നമ്മൾ വിടവുള്ള സ്ഥലത്ത് എനിക്ക് അത്യാവശ്യം കട്ടിയുണ്ട്, എന്നാലും വിടവുള്ള സ്ഥലത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്താണ് ചെയ്യുന്നത് പൊതുവെ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമുക്ക് ഈ കുഞ്ഞ് ഹെയറിൽ തലയിൽ ഫ്രണ്ടിൽ അവിടെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. അതായത് ഷേപ്പ് ചെറുതായിട്ടൊന്ന് വരച്ച് കൊടുക്കുക. അതും ലൈറ്റായിട്ട് വരയ്ക്കാൻ പാടില്ല കേട്ടോ, വളരെ ലൈറ്റായിട്ട്. കാരണം അവിടെ പൊതുവേ മുടി ഇങ്ങനെ കുറവല്ലേ, അതുകൊണ്ട്. എന്നിട്ട് മുകളിൽ ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുക. ഞാൻ വളരെ ലൈറ്റായിട്ടാണ് കേട്ടോ വരയ്ക്കുന്നത്. പിന്നെ ഇതൊക്കെ ഇപ്പോൾ ഫോട്ടോയിലൊക്കെ ആണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് ഒരു ലൈൻ വരച്ച് വിടുന്നത്. നമുക്ക് എന്താണ് ബ്ലാക്ക് ത്രെഡ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊക്കെ വളരുമല്ലോ പെട്ടെന്ന്. അപ്പോൾ ആ ഒരു ഭാഗം വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കുക രണ്ട് സൈഡ്. എന്നിട്ട് ഈ അകത്ത് ഈ കാണുന്ന ഭാഗങ്ങളിൽ മാത്രം ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത്, ഈ ഭാഗത്തൊക്കെ എനിക്ക് മുടിയില്ലാത്തതുണ്ട്, അപ്പോൾ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കുറച്ചൊന്ന് നീക്കും. അത്രയുണ്ട്. ഇവിടെയൊക്കെ ലൈറ്റായിട്ടാണ് വരച്ചേക്കുന്നത്. ഒരിക്കലും നമ്മുടെ ഫ്രണ്ടിൽ ഇത്തിരി കട്ടിയായിട്ട് വരയ്ക്കരുത്, അത് ഒരു വൃത്തികേടായിരിക്കും. അപ്പോൾ ഇതും നമ്മൾ വ്യത്യാസമല്ലോ. ഓക്കെ, ഇനി അടുത്തത് പണി ഫില്ല് ചെയ്ത് കാണിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ലൈൻ ഇടുക, മുകളിലും താഴെ എന്നിങ്ങനെ വരയ്ക്കുക. ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ടിൽ ലൈറ്റായിട്ടും അകത്തേക്ക് വരുമ്പോൾ ഒന്ന് കട്ടിയിലും ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വാല് വരച്ച് കൊടുക്കുക. നീട്ടി ഇവിടെ കുറച്ച് മുടി കുറവുണ്ട് കേട്ടോ. ഫോട്ടോയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ. അപ്പോൾ ഫ്രണ്ട് വരയ്ക്കുമ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ ലൈറ്റായിട്ട് വരയ്ക്കാം, അപ്പോഴാണ് അതിൻ്റെ ഒരു പെർഫെക്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും നീളത്തിന് ഇവിടെ നിന്ന് വേണ്ടെങ്കിൽ കുറച്ച് ബാക്കിലോട്ട് വരയ്ക്കാം. അപ്പോൾ ഞാനിങ്ങനെയാണ് വരയ്ക്കുന്നത്, കാരണം എനിക്ക് എൻ്റെ പുരികം നീളം കുറവാണ്, ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ അത് ഭയങ്കര വൃത്തിയായിട്ടാണ് അവിടെ ഇങ്ങനെ ഫില്ല് ചെയ്യിക്കുന്നത്. ഇതിപ്പം വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് വരച്ചേക്കുന്നതെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ നേരിട്ട് ഫോട്ടോയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് സ്ക്രീനിലൊക്കെ നമ്മളെ കാണുമ്പോൾ അതൊരു ഡ്രസ്സായിരിക്കും ഉണ്ടാവത്തുള്ളൂ. കാരണം പുരികം ഇങ്ങനെ ചെയ്യുന്ന വരുന്നത് തന്നെ എപ്പോഴും ഭംഗിയെന്ന് പറയും. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പുരികം വരയ്ക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നത് വരയ്ക്കും. ബൈ ബൈ.